പ്രിയമുള്ളവരെ, ഇത്തിരി വട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്ട്രോബെറി പേരയാണ്. അതാണ് ഇതിൽ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സ്ട്രോബെറി പേരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിപ്പം ഇതാണ്. ഇതിലും നല്ല വലിപ്പം കിട്ടും. ഇത് വെള്ളം കൊടുത്തിട്ട് 2 ദിവസമായി. ഇത് ഭയങ്കര മധുരമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കായാലും ഇതിനകത്ത് സീഡൊക്കെ ഒട്ടുമില്ല. ആർക്കും തിന്നാം. നല്ല മധുരമുള്ള മുന്തിരി പോലെ ഇരിക്കും. നല്ല കളർ വയ്ക്കും. നല്ലൊരു പ്ലാന്റ് ആണ്. ചെടിച്ചട്ടിയിലും വലിയ ബാരലിലും ഒക്കെ വെക്കാം. മുട്ട നിറച്ചുണ്ട്. വേണ്ട വേറൊരു കായ് വരുന്നുണ്ട്. നിറച്ച് വീണ്ടും കായ് വരുന്നുണ്ട്. ആടെ പേര ചെറുതാണ്. ഇപ്പം ഉണക്ക സമയമാണല്ലോ. മഴ സമയത്തൊക്കെ നല്ലതുപോലെ കായ്ക്കും. പ്രത്യേക സീസണൊന്നുമില്ല, എപ്പോഴും കൊല കുത്തി കായ്ക്കും. സോറി പേര. പിന്നെ മണ്ടയ്ക്ക് പഴുത്തത് 2 കൂടെ ഉണ്ട്. അത് പക്ഷേ ചീത്തയായി പോയി. ഇത് നമ്മൾ ചെറുതാക്കി നിർത്തണം. ഇത് പഴുത്തു 2. നല്ല വെയിലായതുകൊണ്ട് ഉണങ്ങിപ്പോയതാണ്. ഞാനിതിനിടയ്ക്ക് വന്ന് നോക്കിയില്ല, അതാ കാര്യം. ഇതിനകത്ത് നമ്മൾ ജൈവവളം അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടാണ് വളർത്തി. ഇനി നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ റെഡിയാക്കി എടുക്കണം. നല്ലൊരു പ്ലാന്റാണ്. നിറച്ച് പിടിച്ചായിരുന്നു. അന്ന് എനിക്കിത് ബ്ലോഗ് എടുക്കാനായിട്ട് എൻ്റെ മൊബൈൽ അന്നേരം ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ട് കായ്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണ്, നല്ല കളറാണ്. നല്ല ചുമന്നിരിക്കും കളറ്. നല്ല ഇലയൊക്കെ ചെറിയ ഇലയാണ്, അതുപോലെ നല്ല കട്ടി ഇലയാണ്. പേരയ്ക്ക് ചിലപ്പോൾ സമയത്ത് മഴ സമയത്താണെങ്കിൽ ഇത് ഇത്ര വലുപ്പമായിരിക്കും. ഇതിനകത്തൊന്നും കളയാനില്ല, നമുക്ക് തൊലി ഉൾപ്പെടെ കഴിക്കാം. സ്ട്രോബെറി പേര, അത് സ്ട്രോബെറി പോലെ നല്ല നിറമാണ്. നിങ്ങൾ ഇതുപോലെ എപ്പോഴും എല്ലാ പ്ലാന്റും വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് ശരിയല്ലല്ലോ. ഇതുപോലെയൊക്കെ ഒരു കൊച്ചു നല്ല പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ തന്നെ ഒരു കൈ കൊണ്ട് വെച്ച് ഒരു ഫ്രൂട്ട് പറിച്ച് കഴിക്കുന്നതിന് പ്രത്യേക സന്തോഷം, ഒരു അനുഭൂതിയാണ്. അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു ആൾ.